പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ അഭിവാദ്യങ്ങൾ. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 13-ാം തീയതി ശനിയാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരാഴ്ചവട്ടം കൂടെ നമ്മെ വിട്ട് കടന്നു പോകുന്നു. ഓരോ ദിനവും തമ്പുരാനിൽ നിന്നും അനുഭവിക്കുന്ന സകല നന്മകൾക്കും നന്ദിയും സ്തുതി സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 32 വേഴ്സ് 27 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? നാം പ്രാർത്ഥനകളിലും ഉപവാസ യോഗങ്ങളിലും കടശി യോഗങ്ങളിലും ഒക്കെ കേൾക്കുന്ന ഒരു പ്രസംഗത്തിന്റെ മുഖ്യധാര വാക്യമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്നാൽ വളരെ വ്യത്യസ്തമാണ്. യിരെമ്യാ പ്രവാചകന് ദൈവിക അരുളപ്പാട് ലഭിക്കുന്നു. ഈ ഇസ്രയേൽ യഹൂദ ജനത്തെ ദൈവം പീഡിപ്പിക്കാൻ പോകുകയാണ്. ഇതാ, കൽദയർ ഇസ്രയേലിനെ നിരോധിച്ചിരിക്കുന്നു. നെബൂഖദ്നേസർ ഇവരെ പിടിച്ചുകൊണ്ട് പോകും, ദൈവാലയം നശിപ്പിക്കും, പ്രതികൂലത്തിലും പ്രതിരോധത്തിലുമാവും. ഇതറിഞ്ഞ് യിരെമ്യാ പ്രവാചകൻ ദൈവത്തോട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ജനത്തെ ഈ പ്രതികൂലത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ മിസ്രൈമിൽ നിന്നും ഇസ്രയേൽ ജനത്തെ കൊണ്ടുവന്ന കാലം മുതലുള്ള ചരിത്രം മുഴുവനും ദൈവത്തോട് പറയുകയാണ്. ഇതെല്ലാം ദൈവം കേട്ടിട്ട് യിരെമ്യാവിനോട് പറയുകയാണ്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാ, എന്നെ കൊണ്ട് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? യിരെമ്യാവേ, നീ എന്താണ് എന്നെ ധരിച്ചിരിക്കുന്നത്? ഈ ജനം ഇതെന്റെ കയ്യിൽ നിന്നും ചോദിച്ചു വാങ്ങിയതാണ്. ഞാൻ ഇവരെ കരുതി പരിപാലിച്ചു, വേണ്ടതൊക്കെ നൽകി. ഇവർ എന്നിലേക്ക് ഇവരുടെ മുഖമല്ല തിരിച്ചത്, പുറം തിരിച്ചു കളഞ്ഞു. ഇവിടെ അന്യ ആരാധന നടന്നു, ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയി. അതുകൊണ്ട് ഇവരെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഇവർ ചില കഷ്ടതയിൽ കൂടെ കടന്നുപോയേ മതിയാവും. ഇത് ഇവർ കടന്നു പോയി കഴിയുമ്പോൾ ഞാൻ അവരെ മടക്കി വരുത്തുന്ന ദൈവമാണ്. ഞാൻ അവരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും, എന്നാലും ഞാൻ അവരെ തകർത്ത് കളയുകയില്ല. ഞാൻ അവരോട് ക്ഷമിക്കും, ഞാൻ അവരെ മടക്കി വരുത്തും. ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ നാളുകളിൽ നന്മകളും അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ നാം ദൈവത്തെ മറന്നിട്ടുണ്ട്, ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയിട്ടുണ്ട്, നാം ദൈവകൃപയ്ക്ക് പുറത്തായിട്ടുണ്ട്. തമ്പുരാൻ ഇതെല്ലാം തന്നെ കണക്ക് പുസ്തകത്തിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ പരിധി ലംഘിച്ച് കഴിയുമ്പോൾ ദൈവം പതുക്കെ പിടിക്കാൻ തുടങ്ങും. ഇത് മറ്റൊരർത്ഥത്തിൽ വ്യക്തമായി യിരെമ്യാവ് 32-ൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ട് തമ്പുരാൻ പറയുകയാണ്, യിരെമ്യാവേ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാ, എന്നെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. അത് പക്ഷേ ഈ ജനം അറിയുന്നില്ല. ഈ ജനത്തെ ഇത്രയും നടത്തിയെന്നും പരിപാലിച്ചെന്നും കരുതിയെന്നും അവരറിയുന്നില്ല. അവരുടെ പ്രതികൂലമൊക്കെ മാറുമ്പോൾ അവർ എന്നിൽ നിന്നും അകലും, അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടും. ഈ വിശുദ്ധമായ സ്ഥലത്ത് അവർ അന്യ ആരാധന നടത്തി, ഇനിയും അത് അശുദ്ധമാകാൻ പോകുകയാണ്. അപ്പോഴേ അവർ അതിന്റെ വേദന എന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പലതും നമ്മിൽ നിന്ന് നഷ്ടമാകുമ്പോൾ, അകന്നു പോകുമ്പോൾ നാം അതിന്റെ വില അറിയും.
അതെ, ദൈവം ഇസ്രായേൽ ജനത്തെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായി ഇതാ യിരെമ്യാവിന്റെ കരച്ചിലിന്, അഭയയാചനയ്ക്ക് ദൈവം കൊടുത്ത മറുപടിയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക, യഥാർത്ഥ ദൈവത്തെ വിട്ട് ഒരു കാരണവശാലും എങ്ങും പോകുവാൻ പാടില്ല. ചില പ്രതികൂലങ്ങൾ വന്നാലും ചില പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിൽ ശരണപ്പെട്ട് നിലയുറപ്പിക്കുക. നിശ്ചയമായും നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ മാനിക്കുന്ന ഒരു ദൈവമാണ്. മറക്കരുത്, സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാ. ആ വലിയവനായ ദൈവത്തെ കൊണ്ട് കഴിയാത്തതായ ഒരു കാര്യവുമില്ല എന്ന് പറയുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ നമ്മെ ശിക്ഷിക്കുകയും നാം മടങ്ങി യഥാർത്ഥമായി യഥാസ്ഥാനപ്പെട്ടാൽ നമ്മെ മാനിക്കുകയും ചേർത്ത് പിടിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് എപ്പോഴും സ്വന്തം ഇഷ്ടത്തിന് അകന്നു പോകുകയും വേദന വരുമ്പോൾ ഓടി വന്ന് കരഞ്ഞ് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കല്ല വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. മറിച്ച് അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലകൊണ്ട് ദൈവകൃപയിൽ ശക്തിപ്പെട്ട് പ്രാർത്ഥനയോട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജീവജലത്തിന്റെ പ്രേക്ഷകരായ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിപ്പാൻ സഹായിപ്പാൻ ദൈവം മതിയായവനും ശക്തനുമാണ്. കൽദയർ എത്ര ശക്തരാണെങ്കിലും അതിനെക്കാട്ടിലൊക്കെ എത്രയോ ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്, ശക്തനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഈ ശനിയാഴ്ച ദിവസം നമ്മുടെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാം. അങ്ങനെ ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവിക കൃപയോടെ നമ്മെ ഏവരെയും തമ്പുരാൻ കാത്തു പരിപാലിക്കട്ടെ. അതിന് നമ്മെ തന്നെ പ്രാർത്ഥനാപുരം ദൈവവരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ മറ്റൊരാഴ്ച വട്ടം കൂടെ ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ചു. അനുഭവിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാണ്. ആ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് യിരെമ്യാവിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് പറയുവാൻ തമ്പുരാൻ അരുളി ചെയ്തത് ഇന്ന് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതിനായി സ്തോത്രം. ഏതെല്ലാം സാഹചര്യമുണ്ടായാലും അങ്ങയിൽ നിന്ന് മാറിപ്പോകാതെ അങ്ങയിൽ മാത്രം ശരണപ്പെട്ട് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ജീവിതത്തിൽ വന്ന കുറവുകൾ, വീഴ്ചകൾ പരിപൂർണമായി ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിൽ അടുത്തു വരുന്നു. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. യിരെമ്യാവിൽ കൂടെ ഇസ്രായേൽ ജനത്തിനോട് ദൈവം പറയുന്ന ദൂത് നമുക്കും ഏറ്റെടുക്കാം. ആ ദൈവത്തെ കൊണ്ട് കഴിയാത്തതായി ഒന്നുമില്ല. ഏത് വിഷയത്തിൽ വിഷമിച്ച് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ ജീവജലം ശ്രവിക്കുന്നുവോ, നിങ്ങളുടെ വിഷയത്തിന്മേലും പ്രവർത്തിക്കുവാൻ നമ്മുടെ ഈ ദൈവം സർവശക്തനും മതിയായവനും വിശ്വസ്തനുമാണ്. ആ ദൈവത്തിന്റെ കൃപയും സമാധാനവും നാം ഏവരുടെ മേലും സദാകാലവും ഉണ്ടാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.